അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് മാറ്റാനുള്ളൊരു വഴിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സംസാരത്തിൻ്റെ ഇടയ്ക്ക് വന്ന ചെറിയ അബദ്ധമോ അല്ലെങ്കിൽ ദേഷ്യം കാരണമോ ആയിരിക്കാം മിക്ക പിണക്കങ്ങളും ഉണ്ടാകുന്നത്. അള്ളാഹുവിനെ പേടിയുള്ള എല്ലാവർക്കും പിന്നെ ആലോചിക്കുമ്പോൾ തോന്നും, വേണ്ടിയില്ലായിരുന്നു, പറ്റിപ്പോയി. മനസ്സിൻ്റെ ഉള്ളിൽ അവരോട് പോയി മിണ്ടണമെന്നും പഴയ പോലെ ആവണമെന്നും ആഗ്രഹിക്കും. പക്ഷേ ഒരു മടി കാരണം ആ പിണക്കം അങ്ങനെ നീണ്ടു നിൽക്കും. ഇനി ഓരോട് പോയി സംസാരിച്ചാൽ എന്തെങ്കിലും അറിയാതെ നാവിൽ നിന്ന് വീഴും, അല്ലെങ്കിൽ ദേഷ്യം വരും എന്നായിരിക്കും എല്ലാവരുടെയും പേടി. എന്നാൽ ഇനി പിണക്കമുള്ളവരോട് സംസാരിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കി നമുക്ക് സ്നേഹത്തോടെ തിരിച്ചു വരാം. പിണങ്ങി നിൽക്കുന്ന ഒരാളുടെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതുക. നമ്മളുടെ ഉള്ളിലുള്ള ശൈത്താനെ നമുക്ക് ആദ്യം എടുത്തു കളയാം, ആ വീട്ടിലെത്തുന്നത് വരെ. ഇനി നടന്നാണെങ്കിലോ വാഹനത്തിലാണെങ്കിലോ അവിടെ എത്തുന്നത് വരെ നമ്മൾ യാ വദൂദു യാ അല്ലാഹ് എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലുക. സ്നേഹിക്കുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വീട്ടിലെത്തുമ്പോൾ ബിസ്മിയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ലുകയും ചെയ്യുക. വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖവുമായി അവരോട് സലാം പറയുക. നമ്മുടെ മുഖത്തുള്ള സന്തോഷത്തോടുള്ള ചിരി കാണുമ്പോൾ തന്നെ എല്ലാ പിണക്കങ്ങളും മാറും. പിന്നെ കളിയും ചിരിയും സന്തോഷവുമായി നേരം പോണത് അറിയില്ല. പിന്നെ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഇറങ്ങുക. വീട്ടിലുള്ളവരുടെ സ്നേഹം കിട്ടാനും പിണക്കം മാറ്റാനും ആയത്തുൽ കുർസിയും യാ വദൂദു യാ അല്ലാഹ് എന്ന ദിക്റും അധികരിപ്പിച്ചാൽ മതിയാകും. ഇനി നമ്മുടെ അടുത്ത് തെറ്റില്ലെങ്കിൽ ഒന്ന് താഴ്ന്നു കൊടുത്ത് പിണക്കം മാറ്റാൻ ശ്രമിക്കുക. അത് നമ്മുടെ നന്മയാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ എല്ലായിടത്തും ഉള്ളത്. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽക്കാരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ആരെങ്കിലും ആയിക്കോട്ടെ ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പോയി ആദ്യം സംസാരിക്കുക. നിങ്ങളുടെ തെറ്റുണ്ടെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം കിട്ടാൻ കാരണമായിരിക്കും. പിണക്കമോ ദേഷ്യമോ 3 ദിവസത്തേക്കാൾ കൂടുതൽ ആവാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ജസാക്കല്ലാഹു ഖൈർ.